അപ്പൊ നമസ്കാരം. നമുക്കിന്ന് ഹീമോ കെയറിനെ കുറിച്ചിട്ട് ഒന്ന് കാര്യമായിട്ട് പഠിക്കാം. എന്താ വെച്ചാൽ പല വ്യക്തികൾക്ക് ഇതിലുള്ള എന്തൊക്കെ കണ്ടന്റ്സ് ഉള്ളതെന്ന് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അത് നമുക്ക് അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഹീമോ കെയർ സിറപ്പ്, ബ്ലഡ് പ്യൂരിഫയർ കോമൺ ആയിട്ട് 5 മില്ലിയോ 10 മില്ലിയോ ആയിട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ന ആവശ്യത്തിന് യൂസ് ചെയ്യണമെന്നില്ല, ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെതായ ബെനിഫിറ്റുകളും വേറെ ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് സെന എന്ന് പറയുന്ന ഒരു സസ്യമാണ്. നോർമലി ഇത് തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ കാണാറുണ്ട്. കാസിയ എന്ന് പറയുന്ന ഒരു മറ്റേ ഇംഗ്ലീഷ് പേരാണ്. പിന്നെ ഇതിന് പല വ്യത്യസ്തമായ പേരുണ്ട്. എന്താണ് അവരാമ്പൂ ഇൻ മലയാളം, അതേപോലെ തർവാഡ് ഇൻ മലയാളി, അല്ല മറാഠി. അതപ്രകാരം ഒരുപാട് പേരുകളുണ്ട്. അപ്പൊ ഈ സ്ലൈഡ് നിങ്ങൾക്ക് സ്റ്റില്ലാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നോർമലി ഇത് പൈൽസ് ഒക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു ഇതാണ്. അതല്ലാണ്ട് തന്നെ എന്താണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, വെയിറ്റ് ലോസിനെ സഹായിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം കോൺസ്റ്റിപ്പേഷന് ഒഴിച്ചു മാറ്റാനുള്ള പല പ്രൊഡക്റ്റുകളിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് സ്കിൻ ഡിസീസസ് 100% ശോധന കറക്റ്റ് ആകുമ്പോൾ സ്കിൻ ഡിസീസും കറക്റ്റ് ആവില്ല. പിന്നെ സ്കിൻ ഇൻഫെക്ഷൻസ്, ഫുഡ് ഇൻഡൈജഷൻ. അപ്പൊ ദഹന പ്രക്രിയ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ശോധനയും കറക്റ്റ് ആവും. മനസ്സിലായില്ലേ? ഗ്രേറ്റ് കോളൻ ക്ലെൻസർ, ഇപ്പൊ വൻകുടലിനെ ശുദ്ധീകരിക്കാനും അതേപോലെ മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. എന്താ വെച്ചാൽ ഇതിന്റെ പേരുകൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇതിന്റെ പേര്? ലാറ്റിൻ നെയിം സിംലാക്സ് സിന. സിംലാക്സ് സിനയാണ് ഇംഗ്ലീഷ് നെയിം, ചൈന റൂട്ട്. പിന്നെ മലയാളം പേര് എന്താണ്? കാൽ താമര. കാൽ താമര എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് എൻ്റെ ഉച്ചാരണം തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അനേക ഭാഷകളിൽ അനേക പേരുകളുണ്ട്. അപ്പോൾ ഉച്ചാരണം ചെറിയൊരു വിഷയം ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കി ഒന്ന് വായിക്കാവുന്നുള്ളൂ. ഇത് എന്തിനൊക്കെയാണ് നല്ലതെന്ന് നോക്കിയേ. ഇമ്പോർട്ടൻസി, സെമിനൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുക്ലാനു സംബന്ധിച്ചുള്ള കുറവുകൾക്കൊക്കെ ഇതിന് വളരെ നല്ലതാണ്. എനർജി ടോണിക് ആണ്. പിന്നെ ക്രോണിക് ആർത്തറൈറ്റിസ്, അതേപോലെ സിപ്ലിസ്. അപ്പൊ എന്താ വെച്ചാൽ ഒരു തരം ഇൻഫെക്ഷൻ ആണ് സിപ്ലിസ്. സ്കിസോഫേനിയ ആൻഡ് എപ്പിലെപ്സി. സ്കിസോഫേനിയ ആൻഡ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടുകളും അതേപോലെ ഫിറ്റ്സ് വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഇത് കേട്ടോ. അപ്പൊ ഈ സസ്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ എന്തിലാണ്? നമ്മുടെ ഹീമോ കെയറിലാണ്. ഓസ്റ്റിയോ ആർത്തറൈറ്റിസ്, ലുക്കോറിയ വെള്ളപ്പോക്കിന്റെ അസുഖം, ഡയബറ്റീസ്, ശോധന, അതേപ്രകാരം തന്നെ എന്താണ് ജോയിൻസിലുള്ള തരിപ്പ്, ഇതിനൊക്കെ വളരെ നല്ലതാണ്. മൂന്നാമത്തേതാണ് എന്താണ് മലയാളം പേര് ഇതിനെ നമുക്ക് നോക്കാം. മകൻ മങ്കതച്ചെടി, മങ്കതച്ചെടി, മുന്തിരി, മുന്താരി. ശരിക്കും മുന്തിരി അല്ല, മുന്താരി ആവാൻ വഴിയുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, മലയാളം അറിയണവർ പ്രത്യേകിച്ച് ക്ഷമിക്കുക, കാരണം അത് അതിൻ്റെതായ വാക്കുകൾ വേറെ ഉണ്ട്. അലോപ്പത്തിയിൽ അതിൻ്റെതായ സയന്റിഫിക് പേരുണ്ട്. അപ്പൊ ഈ പ്രത്യേകിച്ച് പടങ്ങൾ ഇടാനുള്ള കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ ഇത് നോർമലി ഡെക്കറേഷൻസിലൊക്കെ ഇതിന്റെ പൂക്കൾ കോമൺ ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കാറുണ്ട്. ഗോരഖ്മുണ്ടി. അപ്പൊ ഗോരഖ്മുണ്ടി എന്നാണ് അതിനെ പറയാ. അപ്പൊ എന്താണ് ഗൗട്ടിന് നല്ലതാണ്. അപ്പൊ തൈറോയ്ഡ് സംബന്ധിച്ച് അതേപോലെയുള്ള എന്തെങ്കിലും അതിന്, അതേപോലെ ജോയിന്റ് സംബന്ധിച്ച്, കിഡ്നി സംബന്ധിച്ച് ഇതിനൊക്കെ അതിന് നല്ലതാണ്. ഹൈ യൂറിക് ആസിഡ് കണ്ട, അതും കിഡ്നി സംബന്ധിച്ച് ഒരു റിലേറ്റഡ് ആണ്. എയിൽമെന്റ്സ് റിലേറ്റഡ് ടു ബ്ലഡ്. കാരണം കിഡ്നി ബ്ലഡിനെ പെർഫെക്റ്റ് ആയിട്ട് പ്യൂരിഫൈ ചെയ്തില്ലെങ്കിൽ 100% ബ്ലഡിൽ പിന്നെ റെഡ്യൂസസ് ഇൻക്രീസ്ഡ് യൂറിയ ആൻഡ് ക്രിയാറ്റിൻ. അപ്പൊ യൂറിയന്റെ അളവ് അതേപോലെ ക്രിയാറ്റിന്റെ അളവിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു സസ്യമാണ്. പിന്നെ എന്താണ് കിഡ്നി ഹെൽത്തിന് നോക്കിയേ. അപ്പൊ ഇത് ഏതിലൊക്കെയുള്ള ഹീമോ കെയർ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഹീമോ കെയർ ആഴ്ചയിൽ ഒരിക്കലോ 2 തവണ യൂസ് ചെയ്യാനുള്ള കാരണം ഇന്ന രോഗം ഉണ്ടാവണം എന്നില്ല. രോഗമൊക്കെ വരുന്നേക്കാളും മുൻപേ നമുക്ക് ഇതിന്റെ ഒക്കെ ഇത് നമുക്ക് റിസൾട്ടുകൾ കാണാൻ തുടങ്ങും. കാരണം
ഇപ്പൊ ഈ അടുത്തൊരു സസ്യം നോക്കാം, നെംഫിയ ലോട്ടസ്, അല്ലെങ്കിൽ ആമ്പൽപ്പൂ. ലോട്ടസിന്റെ വർഗ്ഗമാണ്, പക്ഷെ ആമ്പൽപ്പൂ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാ. വൈറ്റ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, പലതകളുണ്ട്. അപ്പൊ ആയുർവേദ സിദ്ധ സിസ്റ്റത്തിലൊക്കെ ഡയബറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. ലിവർ ഡിസോർഡർ, ലിവർ സംബന്ധിച്ച്, അതുപോലെ യൂറിനറി മെനഞ്ചോറിയ. അപ്പൊ എന്താ കാര്യം, സ്ത്രീകളെ സംബന്ധിച്ച് മെൻസുറേഷണൽ പ്രോബ്ലംസ്, ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അത്യുത്തമാണെന്ന് ഞാൻ പറയും. കാരണം ഇതിന്റെ ആമ്പലിന്റെ എക്സ്ട്രാക്റ്റുകൾ, അത് സീഡ് എക്സ്ട്രാക്ട് എടുക്കാറുണ്ട്, ഫ്ലവർ എടുക്കാറുണ്ട്, പലതും. അപ്പൊ അതിന്റെ ഓരോ ഭാഗങ്ങൾ എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാക്ട് നമ്മൾ ഹീമോ കെയറിൽ ഇട്ട കാരണം കൂടുതൽ നമ്മൾ ലേഡീസിന്റെ വിഷയങ്ങൾക്ക് നമ്മൾ ഹീമോ കെയർ പ്രിഫർ ചെയ്യാൻ കാരണം അതാണ്. ദാൽബേരിയ, ദാൽബേരിയ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അടുത്തൊരു ഡെസിഡിയസ് ട്രീ ആണ്. ബംഗ്ലാദേശ് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇത് കാണാറുണ്ട്. വീണ്ടും വൈറ്റ് ഇടിച്ച വെള്ളപ്പോക്കനൊക്കെ അതിന് നല്ലതിന്. പിന്നെ എന്താണ്, ഹർണിയക്ക് അത്യുത്തമാണ്. നോക്കിയേ, ഹർണിയ, ത്വക്ക് രോഗങ്ങൾ അതിനൊക്കെ അതേപോലെ പ്രകാരം തന്നെ സോർ ത്രോട്ട്. ഇതെന്താ ഞാൻ പറയാൻ കാരണം, ഇന്ന സസ്യങ്ങളെ കുറിച്ച് കുറച്ച് അറിവ് കിട്ടുന്നത് നമുക്ക് നല്ലതാണ്. കാരണം നമ്മുടെ വീടിന്റെ ചുറ്റും പരിസരത്തും ഇതേപോലെ സസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് എടുത്ത് വെള്ളത്തിലൊക്കെ തിളപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെതായ വിഭവങ്ങൾ അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. നമ്മുടെ വീട് മുറ്റത്ത് തന്നെ അനേക സസ്യങ്ങളുണ്ട്, അതിന്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ത്യൻ റോസ് വുഡ് എന്നും ഇതിനെ പറയാറുണ്ട്. പിന്നെ അടുത്തൊരു സസ്യം നമ്മുടെ ഹീമോ കെയറിൽ ഇട്ടത് എന്താ കാര്യം വെച്ചാൽ, ഇതിന് മലയാള പേര് നമുക്ക് നോക്കാം, പർപ്പത്തക്ക പുല്ല്. പർപ്പത്തക്ക പുല്ല് എന്ന് പറയുന്ന ഒരു ഇതാണ് മറാഠി നെയിം, പിത്തപാപ്ര. അപ്പൊ പിത്തപാപ്ര എനിക്കറിയാം, അത് ആക്ച്വലി ലിവറിന്റെ ഇതിനൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതെന്റെ അറിവ് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇത്. ആ, അതന്നെ. കാരണം ഫീവർ, ഹൈ ബിലിറുബിൻ, ബിലിറുബിൻ ലെവൽ, ലിവറിന്റെ ബിലിറുബിൻ ലെവൽ കയറുന്ന സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കാൻ. അപ്പൊ ഡ്രൈഡ് പ്ലാന്റ് ഈസ് റിഗാർഡഡ് ആസ്, അപ്പൊ പനി കുറയ്ക്കാനൊക്കെയാണ്. യഥാർത്ഥത്തിൽ പനി എന്താണ്, ലിവറിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. ലിവറിന്റെ ഒരു റിയാക്ഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലിവർ റിയാക്ട് ചെയ്യുമ്പോൾ അത് പനിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ പനീനെ കുറയ്ക്കാൻ. ഇതേ പ്രകാരം അബ്ഡോമിനൽ സ്വെല്ലിംഗ്, വയറ് വല്ലാണ്ട് വീർത്തു വരാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. ഇതേ പ്രകാരം തന്നെ പാരസൈറ്റ്സ്, എന്താണ്, നമ്മുടെ ശരീരത്തിലുള്ള അണുക്കള് എന്ന് പറഞ്ഞ വയറ്റില് കൃമികൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അടുത്തത് ഒരെണ്ണം കച്ചനാർ. അപ്പൊ വലിയ വലിയ ഭംഗിയുള്ള ഒരു സസ്യമാണ്. ഇത് ഞാൻ പല സ്ഥലത്ത് ഇതേ പ്രകാരം കണ്ടിരിക്കുന്ന ഒരു സസ്യമാണ്. എന്താ കാര്യം വെച്ചാൽ ആന്റൈ ഡയബറ്റിക് ആണ് ഇത്. ഇതിന്റെ ഫ്രൂട്ടും എടുക്കും, ലീവ്സ്, ഫ്ലവേഴ്സ്, അങ്ങനെ വ്യത്യസ്തമായ, സത്യം പറഞ്ഞ ഒരു സസ്യത്തിന്റെ ചിലതിന് ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ചിലതിന് വേര് അങ്ങനെയൊക്കെ എടുക്കും. പക്ഷെ ഇതില് ഒരുവിധ എല്ലാ ഭാഗങ്ങളും അവർ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു സസ്യമാണ്. ഇപ്പൊ ആക്ച്വലി ആന്റൈ ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന സംഹാരിയായിട്ടും, ആന്റൈ ഓക്സിഡന്റ്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷങ്ങൾ കയറിയിരിക്കുന്നത് അതിനെ നിർവീര്യമാക്കാനൊക്കെ അതിനെ സഹായിക്കാറുണ്ട്. ചൈരാത്ത, ഇത് അടുത്തൊരു സസ്യമാണ്. അപ്പൊ കിരാത്ത എന്ന് പറയും, അതേപോലെ പല പേരുകളുണ്ട്. ഈവൻ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല പേരാണ്, സംസ്കൃതത്തിലുള്ള പേരുകളുണ്ട്. ഇത് നല്ലൊരു ലാക്സേറ്റീവ് കൂടെയാണ്. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശോധനയ്ക്കൊക്കെ ഇതിന് വളരെ നല്ലതാണ്. പനി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ആന്റൈ പീരിയോഡിക്. അപ്പൊ എന്താ വെച്ചാൽ മലേറിയ, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി, കൃത്യമായിട്ട് 5 മണിക്കേ പനി വരുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആന്റൈ ഹെൽമിന്റിക്, അപ്പൊ ആന്റൈ പാരസിറ്റിക്. എന്താ കാര്യം വെച്ചാൽ കൃമികൾക്ക് ഒക്കെ ഇതിന് വളരെ നല്ലതാണ്. പൈൽസിന്റെ അസുഖത്തിന് ചികിത്സിക്കുക. എന്തിനാണ് പൈൽസ്, കാരണം ഇത് ലാക്സേറ്റീവ് ആണ്, മനസ്സിലായില്ല. അൾസറിന് വളരെ നല്ലതാണ്. ഡയബറ്റീസിന്, അപ്പൊ ഒരുവിധം കാര്യങ്ങൾ ഡയബറ്റീസിനും നല്ലതാണ് അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും, എല്ലാ പ്രൊഡക്റ്റുകളും എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നുള്ളൂ. അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങളുടെ പ്രാക്ടീഷണർ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ഉപയോഗിക്കരുത്. അതർവൈസ് ഇതൊരു ആഹാരം പോലെ നമ്മൾ രക്തത്തിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ഹീമോ കെയറും സ്പൈറുലിനും ഒരു കോമ്പിനേഷൻ വളരെ നല്ലതാണ്. അതല്ലാതെ തന്നെ അടുത്തൊരു സസ്യം നിങ്ങൾ നോക്കിയേ,
ഒഴിഞ്ഞിൽ മലയാളത്തിൽ അല്ലേ? അപ്പൊ എന്താ വെച്ചാൽ ബംഗാളിയിൽ പല പേരുകളാണ്. ജംഗ്ലി നീൽ, അപ്പൊ ജംഗ്ലി നീൽ എന്ന് പറയണത് ഇംഗ്ലീഷിൽ ഫിഷ് പോയിസൺ, വൈൽഡ് ഇൻഡിഗോ, അങ്ങനെ പലതും ഉണ്ട്. പലതരത്തിലുള്ള പേരുകളുണ്ട്. ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ പൈൽസ്, ദശ പുറത്തേക്ക് തള്ളി വരുന്ന ടൈപ്പ് പൈൽസ്. സിപ്ലിസ് അതൊരു തരം സെക്ഷൽ ഡിസീസ് കാര്യങ്ങളൊക്കെയാണ്. ഇമ്പോർട്ടൻസി ആസ്തമയ്ക്ക് നല്ലത്. ഇമ്പോർട്ടൻസി എന്ന് പറഞ്ഞാൽ ലൈംഗിക കുറവുകൾ, അതേപോലെ ശ്വാസമുട്ട് സംബന്ധിച്ചുള്ള ഇതിനൊക്കെ ഇതിന് വളരെ നല്ലതാണ്. കിഡ്നി അതേപോലെ കാര്യങ്ങൾക്ക് പ്യൂരിഫിക്കേഷന് നല്ലതാണ്. ശംഖപുഷ്പി ബ്യൂട്ടിഫുൾ, ഇത് ഞാൻ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ വൈറ്റ് ഉണ്ട്, നീല ഉണ്ട്. നീല ശംഖപുഷ്പി വെള്ളത്തിൽ തിളപ്പിച്ചാൽ തന്നെ അത് മൈൻഡ് റിലാക്സ് ചെയ്യാൻ, BP കുറയ്ക്കാൻ, നല്ല ഉറക്കം വരാനൊക്കെ അതിന് നല്ലതാണ്. തണുപ്പാണ് ശരീരത്തിന്. ഇതേ പ്രകാരം വെള്ള മാനസിക രോഗങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതില് അവര് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കിയേ. ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, കറക്റ്റ്, ബ്ലഡ് പ്രഷർ കാര്യങ്ങൾക്കൊക്കെ ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. അൾസർ അങ്ങനെയുള്ള, അതേപോലെ ഫിറ്റ്സ് മാറാൻ വേണ്ടിയിട്ട്. അതിനർത്ഥം ഹീമോ കെയർ ഇടയ്ക്ക് ഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ആൾക്കാർ, BP-ക്കാര്, ഷുഗർക്കാര്, അവർക്കൊക്കെ ഇതിന് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു നേരം, ആസ് റെഗുലർ ഇതായിട്ടല്ല, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ 2 തവണയോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. കോമൺ ആയിട്ട് ഒരു 3-4 പ്രൊഡക്റ്റ് നമ്മൾ റെഗുലർ യൂസ് ഞാൻ ചെയ്യാറുണ്ട്. രോഗം ഉണ്ടായിട്ടില്ല, വെറുതെ അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടിട്ട് അതിൻ്റെതായ ശരീരത്തിന് മാറ്റങ്ങൾ കിട്ടുമെന്ന് വെച്ചിട്ടാണ്. കാരണം ഇന്ന അസുഖത്തിന് വേണ്ടിയിട്ട് കഴിക്കണം എന്ന് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇത് പ്രത്യേകിച്ച് നമ്മൾ ഒരു കോമ്പിനേഷൻസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു കൂടുതൽ ഗുണം കിട്ടാവുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇത് ചെയ്യുന്നത് മാത്രം. ഇത് നോക്കിയ നായർവേല അല്ലെങ്കിൽ കരവേല എന്ന് പറയുന്ന മലയാളത്തിലുള്ള വ്യത്യസ്തമായ പേരുകളുണ്ട്. ഇത് ഇത് ഏഷ്യ, ആഫ്രിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ഒരു തരം സസ്യമാണ്. ജോയിന്റ് പെയിന് നല്ലതാണ്. അതേപോലെ സ്കോർപ്പിയൻ, മറ്റേ എന്തെന്നാ പറയാ, സ്കോർപ്പിയൻ തേള് കുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വിഷത്തിന് കളയാൻ, പനി കളയാൻ വേണ്ടിയിട്ട് ഒക്കെ ഇതിന് നല്ലതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഇലകള് ആണ് കോമൺ ആയിട്ട് വേദന സംഹാരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതിന്റെ കഷായം ഉണ്ടാക്കി കുടിക്കുന്നത് പനി മാറാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾ പല ടൈപ്പുകളിൽ കറുത്ത മഞ്ഞൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കറുത്ത മഞ്ഞൾ ശരിക്കും കോശങ്ങളുടെ താളം തെറ്റലിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ടർമറിക്. അപ്പൊ കറുത്ത മഞ്ഞൾ കോമൺ ആയിട്ട് കേരളത്തിലൊക്കെ പല സ്ഥലത്ത് കാണാറുണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ഇതിന്റെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. ഇതിന്റെ വേരാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് കാണാം. മഞ്ഞളിന്റെ ഒരുവിധ എല്ലാ ഗുണങ്ങളും ഉണ്ട്. പിന്നെ ബ്രോങ്കൈറ്റിസ്, ശ്വാസമുട്ട്, പൈൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ ട്യൂമർ ഉണ്ടാവാണ്ടിരിക്കാൻ ലൂക്കോഡെർമ, അപ്പൊ സ്കിന്നിന്റെ പാണ്ഡുരോഗത്തിനൊക്കെ ഇതിന് വളരെ നല്ലതാണ്. ഒന്ന് ചിന്തിച്ച് നോക്കെ, കറുത്ത മഞ്ഞളിന്റെ എക്സ്ട്രാക്ട് പാണ്ഡുരോഗങ്ങൾക്ക് നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള മുറിവുകൾ ഉണങ്ങാനും ഒക്കെ ഇതിന് വളരെ നല്ലൊരു ഇതാണ്. ഇത് പല സ്ഥലത്ത് ഇതേപോലെ കാട് പിടിച്ച് വളർന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് പേരുണ്ട് മുടി ഇല്ലാത്ത ആളി. അപ്പൊ മുടിയില്ലാത്ത ആളിന്ന് പറയാറുണ്ട്. കാട് പിടിച്ച ഒരു വള്ളി പോലെയുള്ള ഒരു സാധനം വളർന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പല ഇതുകളില് നിർമ്മലി, മറാഠിയില് നിർമ്മലി എന്ന് പറയും. ഇതേപ്രകാരം തന്നെ ഇംഗ്ലീഷിന്റെ സയന്റിഫിക് നെയിം ഗാസ്ക്യൂട്ട റിഫ്ലെക്സ എന്ന് പറയുന്ന ഒരു പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഹിമാലയൻ ഭാഗത്തൊക്കെ എന്താ വെച്ചാൽ ട്രീറ്റ്മെന്റ് പലതരത്തിലുള്ള ഹെർബൽ ഫോർമുലേഷൻസ് ഒരുവിധം എല്ലായാലും ഇത് ബ്ലഡ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്കൊക്കെ നമ്മൾ ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതേ പ്രകാരം തന്നെ അടുത്തൊരു കോമ്പിനേഷൻ ഹീമോ കെയറിൽ മലയാളത്തില് പറയുന്നതാണ്, എന്താണ്, തൃക്കാപ്പക്കൊന്ന. അപ്പൊ അത് ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ വിദേശത്തായിരുന്ന കാരണം കൊണ്ടാണ് എന്റെ പ്രൊണൗൺസിയേഷനിൽ വ്യത്യാസം. അപ്പൊ ഒന്ന് ദയവ് ചെയ്ത് ചിരിക്കല്ലേ. ഇത് മാജിക് ഷോ ആണ്. ഇത് ഹെർപ്പസസ് ശരീരത്തിൽ ഒരു പ്രത്യേക തരം ഡിസീസാണ്. അപ്പൊ അങ്ങനെയുള്ള ഹെർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആണ്. ചിക്കൻ ബോക്സ് പോലുള്ള ഒരു ചിക്കൻ ബോക്സ് വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന പല സ്റ്റേജുകളിൽ ഉണ്ടാവുന്ന പ്രത്യേക തരം ഗൗട്ടിന് വളരെ നല്ലതാണ്. റെസ്പിറേറ്ററി ഇൽനെസ്, ശ്വാസം സംബന്ധിച്ച്, അതേപോലെ കഫക്കെട്ട് ഇളകാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം സസ്യമാണ്. ഈ സസ്യങ്ങളുടെ പടങ്ങൾ ഞാൻ ഇടാൻ കാരണം നിങ്ങൾക്കത്
നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വുഡ് റോസ് എന്നും പറയാറുണ്ട്, മരത്തിൽ നിന്ന് ഉണ്ടാവണ റോസാ പൂവ്. മലയാളത്തില് ലവൻദ്യൂല. അപ്പൊ അത് നല്ലൊരു സസ്യമാണ്. നോർമലി UK-ലൊക്കെ ഞാൻ ഇത് കൂടുതൽ കണ്ടിട്ടുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ. ഇവിടെ ഉണ്ടാവുന്ന വഴിയുണ്ട്, കാരണം അല്ലാതെ നമുക്ക് ഇത് സസ്യങ്ങളിൽ ഇടാൻ വഴിയില്ല. അപ്പൊ നോർമലി എന്താ വെച്ചാൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, ഞരമ്പ് നാഡി സംബന്ധിച്ച്, എപ്പിലെപ്സി, മൈഗ്രെയിൻ, ചെന്നിക്കുത്ത്, അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ ഹീമോകെയർ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ സ്കിൻ ഡിസീസുകൾ, സ്കിന്ന് ലെവൽ എന്താണ്, ബ്ലഡ് സർക്കുലേഷന്റെ കുറവും അതുപോലെ കിഡ്നീന്റെ ഫങ്ഷനിങ് ഒക്കെ കറക്റ്റ് ആവാതെ വരുമ്പോ ഉണ്ടാവുന്ന വിഷയങ്ങളാണ് സ്കിൻ ഡിസീസുകൾ അല്ലെ. അപ്പൊ അതിന് വളരെ നല്ലതാണ്. മുറിവ് ഉണങ്ങാനൊക്കെ അതിന് കണ്ട, മുറിവ് ഉണങ്ങാൻ നല്ലതാണ് ഏത്, ഈ സാധനം. അപ്പൊ ഇത് മുറിവ് ഉണങ്ങാന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ ഒക്കെ പൊട്ടിയിട്ട് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ ഡയബറ്റീസ് അങ്ങനെയുള്ള ചില മുറിവുകൾ, സ്റ്റിച്ചുകൾ ഉണങ്ങാത്തത് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇനി ഹീമോകെയർ കൊടുക്കുമ്പോൾ നമുക്ക് ഗുണം ചെയ്യാറുണ്ട്. ഇത് നോക്കിയ രാമതുളസി, പലതരത്തിലുള്ള തുളസി, നല്ല പെർഫ്യൂമിന്റെ ഒരു മണമുള്ള ഒരു സസ്യമാണ്. വെള്ളത്തിൽ എല്ലാ ദിവസവും ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്. ഇത് അനേക ഇതളുണ്ട്, പ്രത്യേകിച്ച് തലവേദന, അതേപോലെ ശോധന, അതേപോലെ വിരേന്റെ അസുഖങ്ങള്, അതേപ്രകാരം തന്നെ ത്വക്കുമ്മ വരുന്ന പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഇതിന് വളരെ നല്ലതാണ്. രക്തചന്ദനം 100% മാജിക് ആയിട്ടുള്ള വേറൊരു സസ്യമാണ്. സ്കിൻ ഡിസീസസ്, ജോണ്ടിസ്, അപ്പം വയറ്റിളക്കം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡയബറ്റീസ്, തലവേദന, ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. റോസാപ്പൂവിന്റെ ഒരു പ്രത്യേക സസ്യമാണ് നമ്മൾ എടുക്കുന്നത്. റോസ ഡമസെന എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗം നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് എടുക്കുന്ന ഒരു എക്സ്ട്രാക്ട് ആണ്, റെഫർ ടു എസ് കിങ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ മെൻസുറേഷണൽ ബ്ലീഡിങ്, അപ്പോൾ വല്ലാണ്ട് അമിതമായ ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന തെറപ്പിക്ക് മരുന്നുകളിൽ ഇതിന്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. നെഞ്ചുവേദന, വയറുവേദന, അതേപോലെ ഹാർട്ട് പ്രോബ്ലം, പക്ഷെ കോമൺ മെൻസുറേഷൻ, അതേപ്രകാരം തന്നെ കഴുത്തിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഓ കടുക്ക ഉപയോഗിക്കാത്ത ഒരു ആയുർവേദ സസ്യവും. ആ സത്യം പറഞ്ഞ ആയുർവേദത്തില് ഒരുവിധം എല്ലാത്തിലും, കാരണം ഒരു ബെസ്റ്റ് ഡീറ്റോക്സിഫിക്കേഷൻ ആണ്, ഒരു തരം വിഷത്തിനെ കളയുന്ന ഒരു സംഭവമാണ് കടുക്ക. ഉണങ്ങിയത് ഉപയോഗിക്കാം, പച്ചയില ഉപയോഗിക്കാം, അങ്ങനെ പലതും അതിന്റെ ഫലങ്ങളാണ്. അൽസൈമർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ഡിമെൻഷ്യ, ഓർമ്മ കുറവ്, ഇതിനൊക്കെ അതിന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പ്രായം പെട്ടെന്ന് കയറാണ്ടിരിക്കാൻ പല ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, കടുക്ക കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സെക്ഷുവലി ഡിസ്ഫങ്ഷൻ ആവുമെന്ന്. അങ്ങനെയൊന്നുമില്ല. കടുക്ക അതിന് മാത്രമുള്ള അളവുകൾ കൂടുതൽ കഴിച്ചാലല്ല അപ്പൊ നമുക്ക് പ്രശ്നമുള്ളൂ. ഇത് കൂടുതൽ കൂടിയ ഒരു ശകലം ചേരും, ഒരു ഗ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു കണ്ടൻസുകളിൽ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ചുറ്റാമൃതം, ഇത് വീണ്ടും ഈ ഓരോ സസ്യത്തിനെ കുറിച്ച് പറയാൻ നിന്നാൽ തന്നെ ഇഷ്ടം പോലെ പറയാനുണ്ട്. ഉറപ്പായിട്ട് എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. എന്താ കാര്യം വെച്ചാൽ അത് ആസ്വദിക്കണം, ആയുർവേദത്തിന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ചിറ്റാമൃതം നോർമലി ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക്, ബോൺ ഫ്രാക്ചർ, നിങ്ങൾ നോക്കുക, എല്ല് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കഷായം കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ആസ്തമ, സ്കിൻ ഡിസീസ്, അതേപോലെ പാമ്പിന്റെ വിഷത്തിനെ പോലും നിർവീര്യമാക്കാൻ ഉപയോഗിക്കുന്നു. എന്താണ് ചുറ്റാമൃതം? നോക്കിയേ, പാമ്പിന്റെ വിഷത്തിന് നിർവീര്യമാക്കാനും, അതേപോലെ കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾക്കൊക്കെ ജോണ്ടിസ്, ഇതിനൊക്കെ ഉറപ്പായിട്ട് ഇതിന്റെ കോമ്പിനേഷൻസും ഇതിന്റെ കോൺസെൻട്രേഷൻ കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ വക കാര്യങ്ങൾ, അപ്പൊ എന്താ കാര്യം വെച്ചാൽ ചുരുക്കത്തിൽ നോക്കാം, ഹീമോ കെയർ ആക്ച്വലി ആഴ്ചയിൽ 1-2 തവണ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പീരിയഡ്സ് വന്നു കഴിഞ്ഞതിന് ശേഷം മാറിയതിന്റെ ഒരു 3-4 ദിവസത്തേക്ക് ഏതെങ്കിലും ഒരു നേരം ഒരു 10 മില്ലി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ അത് കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ പ്യൂരിഫൈ, അപ്പൊ എന്താ വെച്ചാൽ യൂട്രസിലോ എവിടെയെങ്കിലും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതിനെ ശുദ്ധീകരിക്കാൻ വളരെ നല്ലതാണ്. മുറിവുകൾ ഉണങ്ങാൻ, അപ്പൊ അതേപോലെ ഓപ്പൺ വൂൺസ്, ഇഞ്ചറീസ്, പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ അങ്ങനെയൊക്കെ നല്ലതാണ്. PCOD പ്രശ്നങ്ങൾക്കാർക്ക്, ലേഡീസിന് അത്ഭുതമായ ഒരു കോമ്പിനേഷനാണ് ഹീമോ കെയറിൽ. കുട്ടികൾക്കും കൊടുക്കാം, ബ്ലഡ് കൗണ്ട് കൂട്ടാനും ഒക്കെ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ബ്ലഡ് കൗണ്ട് കൂട്ടാൻ ഹീമോ കെയറിന്റെ കൂടെ സ്പൈറുലിന കോമൺ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എന്താണ്, ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. ദയവ് ചെയ്ത് ഇതിനൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളായിട്ടല്ല, നമ്മൾ ഇന്ന വസ്തുക്കൾക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഇത് ആർക്കും കഴിക്കാം.
ഇനി ഡോക്ടർമാരെ പറയാണ് ഇത് കഴിക്കേണ്ട, നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കരുത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മറ്റുള്ള അതേ രംഗത്തുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചറിയിച്ച് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ദോഷമില്ലാത്ത കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇതിലിട്ടിരിക്കുന്ന മധുരം അന്വേഷിച്ചപ്പോൾ നോർമലി സ്റ്റീവിയാണ്. സ്റ്റീവിയന്റെ മധുരം അതിന്റെ കയ്പ് നിർവീര്യമാക്കാനാണ്. അപ്പൊ സ്റ്റീവിയ ശരിക്കും ഷുഗർകാർക്കും നല്ലതാണ്, കാരണം ഇതിന്റെ മധുരത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ചില സസ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം. അപ്പൊ ഹീമോ കെയറിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത ഇതില് നമുക്ക് വീണ്ടും പുതിയ കുറെ കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വീണ്ടും അടുത്തൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ ഇറങ്ങുന്നതാണ്. അപ്പൊ ഈ ആഴ്ചത്തേക്ക് നമുക്ക് ഹീമോ കെയർ ആയിട്ട് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.